Hi friends, welcome back to my channel ശ്രീജിനി രജീഷ്. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാൽപ്പേടയാണ്. അപ്പോൾ 2 സ്പൂണ് നെയ്യ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് നന്നായി ഒന്ന് ചൂടായി. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഗ്ലാസ് പാൽ ആദ്യം ഒഴിക്കുന്നത്. അങ്ങനെ കുറേശ്ശെ ഒഴിച്ച് ഒരു പാക്കറ്റ് പാലോളം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. എപ്പോഴും ആ സൈഡിലേക്ക് ആവുന്നത് തവി വെച്ചിട്ട് കറക്റ്റായിട്ട് എടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഇളക്കുമ്പോൾ സൈഡിലേക്കൊക്കെ കയറിപ്പോകില്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുത്തുകൊണ്ടിരിക്കുക. അതൊക്കെ വീണ്ടും നമ്മൾ ഈ പാലിലേക്ക് ആഡ് ചെയ്യുക. ഇതിനാവശ്യമായിട്ടുള്ളത് പാല്, പിന്നെ പാൽപ്പൊടി, പഞ്ചസാര ഞാൻ 8 സ്പൂണാണ് എടുത്തേക്കുന്നത്, ടേബിൾ സ്പൂണില്ല കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ സൈഡിലേക്ക് ആവുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് ആക്കിയെടുക്കും. ഇതൊന്ന് അതും ഫുള്ളായിട്ടുള്ളതിൽ വയ്ക്കരുത്. ഇതിപ്പോൾ ആഡ് ചെയ്യുന്നത് പാൽപ്പൊടിയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അങ്ങനെ കറക്റ്റായിട്ട് ഇപ്പോൾ ആയി വരാൻ തുടങ്ങിയേക്കണം, വെള്ളമൊക്കെ വറ്റി തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ വളരെ സിമ്മല്ല തന്നെയാണ് കേട്ടോ ആദ്യം തൊട്ടേ വെക്കേണ്ടത്. അതെല്ലാം വെച്ചെങ്കിൽ കരിഞ്ഞു പോകാനും പാലും പിന്നെ പാൽപ്പൊടിയും നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴും സിമ്മിലിട്ടിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വളരെ ടേസ്റ്റിയാണ് ശരിക്കും. നമ്മൾ ഇപ്പോൾ ഈ പാൽപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ രണ്ട് പാക്കറ്റ് പാൽ എടുക്കണം എന്ന് മാത്രം. പക്ഷേ കുറച്ച് നേരം പിടിക്കും ഇതൊന്ന് ശരിയായിട്ട് വരാൻ. അപ്പോൾ എല്ലാവരും ഒന്നെങ്കിൽ പാൽപ്പൊടി ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം വെച്ചെങ്കിൽ 2 പാക്കറ്റ് പാലെടുത്തിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ പാലും പഞ്ചസാരയും മാത്രം മതിയോ. പിന്നെ നെയ്യ് വേണം കേട്ടോ. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വല്ല നട്ട്സും എന്തെങ്കിലും വെക്കുകയും ചെയ്യാം. ഞാനിവിടെ മുന്തിരിങ്ങയും പിന്നെ അണ്ടിപ്പരിപ്പുമാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടില്ല. നമ്മൾ ആദ്യം 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചിട്ടില്ല. പിടിക്കുന്നൊന്നുമില്ല, നന്നായി കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മളത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മാറ്റി കഴിഞ്ഞാൽ ഇത്തിരി ആ ചൂടൊന്ന് വിട്ടു പോകുന്നത് വരെ നമ്മളതൊന്നവിടെ വയ്ക്കണം. അപ്പോൾ അതിലേക്ക് ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി അത് ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ആ ചൂടൊന്ന് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം ഇനി അതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച 6 സ്പൂൺ പഞ്ചസാരയാണ് അതിലോട്ട് ആഡ് ചെയ്തു. ഇനി അത് നമ്മൾ നന്നായിട്ട് കുഴച്ച് എടുക്കണം. കൈകൊണ്ട് കുഴച്ചാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം ചൂടാറിയതിൻ്റെ ശേഷം പഞ്ചസാരയുടെ പൊടി ഇട്ടാൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര ഉരുകിയിട്ട് പിന്നെ അതൊന്ന് നന്നായി ലൂസാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മളുണ്ടാക്കി വെച്ച പാലിൻ്റെ അതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് ചെയ്യാം.
ഇപ്പോൾ അത് നന്നായിട്ട് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇനി നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട്, കുറച്ച് നെയ്യെടുത്ത് കയ്യിലൊന്ന് പുരട്ടിയതിന് ശേഷം അതിന്ന് കുറച്ച് ശേഷം എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇനി അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ഷേപ്പിലാണ് ആക്കി കാണിക്കുന്നത്. ഇതിലേക്ക് ഒരു നട്ട്സ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വരണം. ഇനി മറ്റൊരു ഈ ഡിസൈൻ ഇതിലേക്ക് കറക്റ്റായിട്ട് കാണുന്നില്ല, ലൈറ്റിൻ്റെ പ്രശ്നം കാരണമാണ്. ഒന്നുകൂടി ഇപ്പോൾ ശരിക്കും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് തന്നെ ഓരോ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ചെറിയുടെയോ അങ്ങനെ എന്തിൻ്റെങ്കിലും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതുപോലെ. അപ്പോൾ നമ്മുടെ പാൽപ്പേട റെഡി ആയിട്ടുണ്ട്. എനിക്ക് 200 ഗ്രാമിൻ്റെ പാൽപ്പൊടിയാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ അവിടെ പറയാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.